നമസ്കാരം. പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് മകരമാസം 1. ഈ പുതിയ മാസത്തിൽ ഏവർക്കും പല വിധത്തിലുള്ള പ്രതീക്ഷകൾ ഉണ്ടായി എന്ന് വരാം. ആ പ്രതീക്ഷകൾ പൂവണിയണം എന്ന പ്രാർത്ഥനയോടെ പ്രവേശിച്ചിരിക്കുന്നതായ ഈ മാസം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നത് 2 പക്ഷികളുടെ ചിത്രമാണ്. അതിൽ ആദ്യത്തേതായ പക്ഷി ഉപ്പനാണ്, രണ്ടാമത്തേത് കാക്കയാകുന്നു. ഈ 2 പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ, ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും ഒരു ചിത്രം അഥവാ ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ പക്ഷിയായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ അത്തരം കാര്യങ്ങൾ അനുകൂലമാകുന്നതിനാൽ തന്നെ അത് ധനപരമോ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങളോ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. കൂടാതെ വിദ്യയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നതായ ചില കഷ്ടതകൾ, ചില പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. വിദ്യയിൽ ഉയരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കർമ്മരംഗത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. തർക്കങ്ങളെ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊട്ടിത്തെറികൾ ഉണ്ടാകും എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ സാധിക്കുകയും അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. ധനപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കുള്ള ധനം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യങ്ങളുണ്ട്. ഇതിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിൽ പോലും അല്പം പരിശ്രമിച്ചാലാണ് ഇത്തരം കാര്യങ്ങൾ അനുകൂലമാവുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികളുടെ സഹായത്താലോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ മറ്റ് ധന സ്രോതസ്സുകളിൽ നിന്നോ നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പല കാര്യങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ നടക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ആത്മാർത്ഥ ശ്രമത്തോടെ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രാർത്ഥനകൾ പോലും ഈശ്വരൻ കേൾക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് ഈ മാസം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. നിത്യവും അതിനാൽ നിങ്ങൾ പ്രാർത്ഥന മുടക്കാതെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിത്യവും ഇഷ്ടദേവത മന്ത്രങ്ങളും ഇഷ്ടദേവതാ ക്ഷേത്ര ദർശനവും നടത്തുന്നതും അതീവ ശുഭകരമാണ്. ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും അവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് പങ്കാളിയാകാം, അല്ലെങ്കിൽ സുഹൃത്ത്, ഗുരു, ഇത്തരം വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പുതിയ സുഹൃത്തുക്കളെ ഈ മാസം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ ധനപരമായ ചില കാര്യങ്ങളിലുള്ള അനുകൂലമായ സമീപനം തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. സൽപ്രവർത്തികൾ നിങ്ങൾക്ക് ഈ മാസം ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമകൾ തന്നെയാണ് നിങ്ങൾ. അതിനാൽ ഈ മാസം സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കും. എന്നാൽ ശ്രദ്ധയില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നതിനാൽ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നതിനാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിഷമങ്ങൾ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ ചെയ്യുക, പിന്നീടായിരിക്കും അത് തെറ്റായി പോയി എന്ന് മനസ്സിലാക്കുക.
അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ചിന്തകൾ ഈ സമയം അനുകൂലമായി തീരാം. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. അപകട സാധ്യതകൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ അവഗണിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് പലപ്പോഴും വിഷമങ്ങൾ നൽകുന്നു എന്നതും വാസ്തവമാണ്. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. സ്വസ്ഥത ഇല്ലാത്തതായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ കടന്ന് വരാവുന്ന സമയമാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം, അല്ലെങ്കിൽ സമാധാനം ആർജിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അപവാദങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. കൂടാതെ തിരികെ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചതായ ചില സഹായങ്ങൾ അല്പം നീണ്ടുപോകുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മറ്റു ധനസ്രോതസ്സുകളാൽ നിങ്ങൾക്ക് പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ചില വ്യക്തികൾ അകന്നു പോകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. മനസ്സിലെ പലവിധ ദുഃഖങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന മാസമായി തന്നെ മകരമാസം മാറാവുന്നതാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ പക്ഷിയായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ പ്രധാനമായും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രതിസന്ധികൾ വരും എങ്കിൽ പോലും അതിനെ തരണം ചെയ്ത് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. പകച്ചു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്ന സമയമാകുന്നു. ഉയർച്ച ശ്രമിക്കുകയാണ് എങ്കിൽ നേടാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അവസരങ്ങൾ വന്നു ചേരും. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സ്വർഗതുല്യമായ ജീവിതം തന്നെയാണ് വന്നു ചേരുക. വിദ്യയിൽ ഉയർച്ച നേടുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങളും കടന്നു വരും. അനുകൂലമായ യാത്രകൾ, ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള യാത്രകൾ പോലും നിങ്ങൾക്ക് തേടി എത്താവുന്ന സമയം കൂടിയാണ് ഇത്. ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം മാനസികപരമായ വിഷമതകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മാനസികപരമായ കാര്യങ്ങൾ പ്രധാനമായും മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ പോംവഴി കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. രോഗദുരിതങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. മനസ്സിന് സന്തോഷം നൽകുന്നതായ പല കാര്യങ്ങളും ഈ സമയം ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് ശുഭവാർത്തകളാകാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതുമായി ബന്ധപ്പെട്ടുമാകാം. മനസമാധാനം ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ പലപ്പോഴുമുണ്ട്. എന്നാൽ പൊതുവിൽ മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് അല്പം മനസമാധാനം ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം ഈശ്വരാധീനം പല കാര്യങ്ങളിലും നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും നടക്കേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ തിരക്കിട്ടത് കൊണ്ട് ആ കാര്യങ്ങൾ നടക്കണം എന്നില്ല. നടക്കേണ്ടതായ സമയത്ത് തന്നെ ആ കാര്യങ്ങൾ നടക്കും. അതിനാൽ ശ്രമങ്ങൾ നടത്തുക. നടന്നില്ല എങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. ഒരിക്കലും ആ കാര്യം നിങ്ങൾക്ക് നടക്കില്ല എന്ന് അർത്ഥമാക്കേണ്ടതില്ല. തീർച്ചയായും മുന്നോട്ട് തന്നെ പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരായ വ്യക്തികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരിൽ നിന്നും നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. അവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സമയം കൂടിയാകുന്നു. പല കാര്യങ്ങളും തിരക്കിട്ട്
നടക്കണം എന്ന ആഗ്രഹത്തോടെ ചെയ്യുകയാണ് എങ്കിൽ അത് അബദ്ധത്തിൽ കലാശിക്കുവാൻ, തെറ്റുകൾ പിണയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ സമയമെടുത്ത് തന്നെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. അല്ലെങ്കിൽ തിരിച്ചടികൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ധനപരമോ മറ്റ് നഷ്ടങ്ങളോ ആകാം. ചിന്തകൾ, പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരികയും എന്നാൽ നെഗറ്റീവായ ചിന്തകളെ തരണം ചെയ്യാൻ അല്പം കൂടി പ്രയാസപ്പെടേണ്ടതായ സാഹചര്യങ്ങളാണ് ഉള്ളത്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും ചതികൾ, തിരിച്ചടികൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് മുൻകൂട്ടി കണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹായിച്ചവർ പോലും പലപ്പോഴും തിരികെ സഹായിക്കുന്നില്ല എന്ന പരിഭവം നിങ്ങൾക്കുണ്ട്. എന്നാൽ മറ്റു ധന സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ്. അകന്നു പോയ വ്യക്തികൾ അടുക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ശ്രമിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ജോലി പോലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ഒരു സമയം തന്നെയാണ്. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക.